സിദ്ധാർത്ഥിന്റെ മരണം സിബിഐ അന്വേഷിക്കും. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിച്ചതോടെയാണ് കേസ് അന്വേഷണം സിബിഐക്ക് വിട്ട് സർക്കാർ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കുടുംബം തന്നെ രംഗത്തെത്തുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശും അമ്മാവൻ ഷിബുവും ഇക്കഴിഞ്ഞ നാളിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. തുടർന്ന് അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അന്വേഷണം സിബിഐക്ക് വിടുമെന്നുള്ളത്. നിലവിൽ ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഈ അന്വേഷണത്തിൽ കുടുംബം തൃപ്തികരമായിരുന്നില്ല. തുടർന്നാണ് ഇവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും മുഖ്യമന്ത്രിയെ കണ്ട് സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ച് ഇവർ വിവരിച്ചിരുന്നു. മരിച്ചതല്ല, കൊന്നതാണെന്ന് കുടുംബം തുറന്നു പറയുകയാണ്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ നോക്കട്ടെ എന്നല്ല, ഉറപ്പാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ജയപ്രകാശ് വ്യക്തമാക്കുകയാണ്. അസിസ്റ്റന്റ് വാർഡനെയും ഡീനിനെയും കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സസ്പെൻഷൻ അല്ല വേണ്ടത്, ഇരുവരെയും പുറത്താക്കി സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, 2019 പിന്നാലെ സർവകലാശാലകളിൽ നടന്ന ആത്മഹത്യകളും അപകട മരണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ട്രെയിനിൽ വെച്ച് സിദ്ധാർത്ഥിനെ വകവരുത്താൻ ശ്രമിച്ചോ എന്നുവരെ ഇപ്പോൾ സംശയമുണ്ട്. ദേവരാഗ് എന്ന പുതിയ പേര് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുണ്ട്. പോലീസ് അന്വേഷണത്തിൽ അങ്ങനൊരു പേരില്ല. സുഹൃത്ത് അക്ഷയ് എന്നയാളെ സാക്ഷിയോ അല്ലെങ്കിൽ മാപ്പു സാക്ഷിയോ ആക്കരുതെന്നും അവൻ പ്രതിയാണെന്നും ജയപ്രകാശ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് സിബിഐക്ക് കൈമാറണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമായ മരണം നാടിനെയാകെ ദുഃഖത്തിൽ ആഴ്ത്തിയതാണ്. സിദ്ധാർത്ഥിന്റെ പിതാവും ബന്ധുക്കളുമാണ് മുഖ്യമന്ത്രിയെ ഇക്കഴിഞ്ഞ നാളിൽ കണ്ടിരുന്നത്. പോലീസ് അന്വേഷണമൊക്കെ നടന്നു വരികയാണെന്നും കുറ്റമറ്റതും നീതിപൂർവകമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എന്നിരുന്നാലും കുടുംബം ഈ അന്വേഷണം സിബിഐക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേസ് അന്വേഷണം സിബിഐക്ക് വിടുമെന്ന് മുഖ്യമന്ത്രിയും പറയുന്നത്. അതുമാത്രമല്ല, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ചില കാര്യങ്ങൾ കൂടി നിരത്തുകയാണ്. അതായത് അവശനായ ഒരു വ്യക്തി എങ്ങനെയാണ് തൂങ്ങി മരിക്കുക എന്ന് കുടുംബം ചോദിക്കുന്നു. തൂങ്ങി മരിക്കാനുള്ള ത്രാണി പോലും സിദ്ധാർത്ഥിന് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ആൾക്കൂട്ട വിചാരണയും അതുപോലെ തലസ്ഥാനം അതായത് സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിലേക്ക് തിരിച്ചപ്പോഴാണ് എറണാകുളത്ത് വെച്ച് സിദ്ധാർത്ഥിനെ തിരികെ വിളിക്കുന്നത്. അതെല്ലാം തന്നെ കൂടാതെ മറ്റൊരു പെൺകുട്ടിയെ വിട്ട് പരാതി നൽകുന്ന എല്ലാം വൻ ദുരൂഹതകളിലേക്കാണ് നീങ്ങുന്നത്. അതായത് സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ദുരൂഹതയുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഇനി സിബിഐ അന്വേഷിച്ചാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ ഒരു കേസ് സിബിഐ അന്വേഷിക്കും. സിബിഐ അന്വേഷിച്ച് ഇതിന് 2019 പിന്നാലെയുള്ള സർവകലാശാലയിലെ എല്ലാ മരണങ്ങളും സിബിഐ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രകാരമാണ് ഇപ്പോൾ കേസ് അന്വേഷണം സിബിഐക്ക് വിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.